الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതും സാരവും നിസ്സാരവുമാകട്ടെ, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശാരീരികമായ മാനസികമായ രോഗങ്ങളെ, വിഷമങ്ങളെ, പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണം, അപകട മരണം, ആകസ്മികമായ അത്യാഹിതങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവൻ്റെ ഔദാര്യവും ഈ ദിവസത്തിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷിക്കുകയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ആ ആയുസ് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെലവ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരെ നമ്മളെയും സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ദർശനവും ത്യാഗവും നമുക്ക് വേണ്ടി ചെയ്ത പരിശ്രമങ്ങളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. റബീഉൽ അവ്വലിൻ്റെ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി നബിയെ നമ്മൾ സാധാരണ മറന്നു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനോ മറക്കാനോ കഴിയുകയില്ല. അങ്ങനെ ഒരു മാതൃകാ പുരുഷനെയാണ് അല്ലാഹു തആല ലോകത്തിന് സമ്മാനിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സമസ്ത മണ്ഡലങ്ങളിലും അള്ളാഹിൻ്റെ റസൂൽ ഉണ്ടാകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ പേരിനൊരു ആഘോഷവും ആവേശവും ഒന്നും കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു സുന്നത്ത് ഹയാത്താക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിപ്പിച്ചെന്ന ഒരു സുന്നത്ത് ഇതാണ്, മാതൃക ഇതാണ്, ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയോ സുന്നത്തുകൾ നമുക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിലാണ്, സ്നേഹത്തിൻ്റെ പേരിലാണ്. എൻ്റെ ഹബീബ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ നിലപാടുകളെല്ലാം എന്ന് ഭൗതികവാദികളെ പിൻപറ്റിക്കൊണ്ടാണല്ലോ. ഒരു കുട്ടി ഒരു മുടി വെട്ടണമെങ്കിൽ പോലും സിനിമ സ്റ്റൈൽ അനുസരിച്ചാണ് മുടി വെട്ടുക. ഒരു ഡ്രസ്സ് ഇടുന്ന, ഇന്ന് നമ്മളത്തെ പുതിയ ഫാഷൻ ഡ്രസ്സുകൾ, ഇന്നത്തെ ചെറുപ്പക്കാരാകട്ടെ ചെറുപ്പക്കാരികളാകട്ടെ, ഈ ഫാഷൻ ഡ്രസ്സുകൾ ഇടുന്നത് മുഴുവനും ഇന്നത്തെ സിനിമാ ലോകത്തെ കണ്ടിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ നബിയുടെ ആളാണ്, നബി എന്ന് പറഞ്ഞിട്ട് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. ഇടുന്നത് മൊത്തം ആരുടെ? ഈ ആരുടെ സുന്നത്തിനാണ് അവർ പിൻപറ്റുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയാൽ നബിതങ്ങളുടെ മഹബത്ത് കിട്ടൂ, നബിതങ്ങളുടെ ഷഫാഅത്ത് കിട്ടൂ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുമായി ബന്ധമില്ലാത്ത പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചിട്ട് നാളെ നബിയുടെ അടുക്കലേക്ക് പോയിട്ട് ഷഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് നാളെ ആഖിറത്തിൽ നമുക്ക് ഷഫാഅത്ത് ചെയ്യാനും സംസാരിക്കാനുള്ള അവകാശം. ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അന അവ്വലു മൻ ഖുറൂജൻ യൗമൽ ഖിയാമ, ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നത്. വഅന മുസ്തശ്ഫിഉഹും ഇദൻ സതു, എല്ലാവരും നിശബ്ദരായിരിക്കും, മിണ്ടാൻ പറ്റൂല. ഒരാൾക്ക് സംസാരിക്കാൻ അവകാശമില്ലാത്ത ആ മഹ്ശറ വൻസഭയിൽ വഅന ഖതീബുഹും, ഞാനായിരിക്കും നിങ്ങൾക്ക് കൊണ്ട് സംസാരിക്കുന്നത്. അവിടെ സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം നൽകിയത് എനിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അനുവദിച്ചത് എന്നെ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര വളരെ ഫഖറായിട്ട് ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വഅന ഖായിദുഹും ഇദാ വഫദു, നിങ്ങളെയൊക്കെ ഞാനാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. വഅന മുസ്തശ്ഫിഉഹും ഇദാ ഹുബിസു, നിങ്ങൾ അവിടെ പിടിക്കപ്പെടുമ്പോൾ, നിങ്ങൾക്ക് അവിടെ രക്ഷയില്ല എന്ന് കാണുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഞാനായിരിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയുടെ ഒരു 30% നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഒരു 30% നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? നമ്മളിപ്പോൾ ആരും നല്ലവരൊന്നുമല്ല, പരിപൂർണമായി നബി തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കിയവരൊന്നുമല്ല. എന്നാൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ഹബീബാണ്, എൻ്റെ കൽബാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്, ജീവിതത്തിൻ്റെ സ്പന്ദനമാണ്, എൻ്റെ ആത്മാവാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ നബിതങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരെണ്ണം എൻ്റെയും ജീവിതവുമായി ഒന്ന് കൂട്ടിയിണക്കാൻ എന്തുണ്ട് നാളെ റബ്ബിൻ്റെ അടുക്കൽ പോകുമ്പോൾ പറയാൻ? ഒരു സുന്നത്തായ ഒരു ദാടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ഈ ദാടി വയ്ക്കാൻ വലിയൊരു മടിയാണ്. നമ്മൾക്ക് എന്താണിപ്പോൾ വയസ്സായവർ പോലും ഇത് വടിച്ചു കളയും, അത് ഭയങ്കര വിഷമാണ് നമുക്ക്. വയസ്സായ ആളുകൾ പോലും ദാടി പൂർണ്ണമായിട്ട് വടിച്ചു കളയാണ്. 5 നേരം നിസ്കരിക്കുന്നവരുണ്ടാകും, 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണുമ്പോൾ നേരിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സുന്നത്ത് ഇതല്ലാതെ വേറൊന്നുമില്ല. വേറെ എന്താ നിങ്ങൾ പറയും? നബിയെ നമുക്ക് നാളെ ആഖിറത്തിലെത്തുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സുന്നത്താണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അപ്പോൾ നമ്മളും അത് ഇഷ്ടപ്പെടണം. നമുക്കതിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് വടിച്ച് പറിച്ച് ദൂരെ കളയുന്നത്. ജസ്റ്റ് ഒരു പിടിയെങ്കിലും, മഹാന്മാർ പറയുന്നുണ്ട്, ഒരു പിടിയെങ്കിലും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വലിയ നീട്ടി പിടിച്ച് വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു പിടിയെങ്കിലും എൻ്റെ നബിയെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചിട്ട് എനിക്കൊന്ന് വെക്കാമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ഞാൻ നബിയുടെ ഏറ്റവും വലിയ മുഹിബാണെന്ന് പറയുമ്പോൾ നമുക്കത് വേണം. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ തീർച്ചയായിട്ടും നബി തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടും, ഉറപ്പാണ്. എൻ്റെ ഉമ്മത്താണ്, അനുയായിയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു തെളിവ് വേണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്? അതുകൊണ്ട് നമ്മൾ ആ ഒരു സുന്നത്തിനെ ഹയാത്താക്കാൻ പറ്റുന്നവർ ഹയാത്താക്കിൻ. പറ്റുന്നത് പോലെ ബുൽഗാൻ താടിയെങ്കിൽ ബുൽഗാൻ, ഇനി ചെറുതായിട്ടെങ്കിൽ ചെറുത്, ഉള്ളതെങ്കിലും വെക്കി. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നബിയെ കാണാം, നബിയുടെ അടുക്കൽ പോ, നബിയെ എങ്ങനെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു സഹാബിയുടെ തലയിൽ വന്ന് നബി തങ്ങൾ കൈവച്ചു. സാബിത്ത് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. മുടി അങ്ങനെ നീട്ടി വളർത്താണ് ഇയാള്. എന്താപ്പാ നീ ഇങ്ങനെ മുടി വെട്ടാത്ത? എൻ്റെ തലയിൽ നബി കൈവച്ച്, ഞാൻ വെട്ടിക്കളഞ്ഞാൽ ആ ഭാഗം കട്ടായി പോവും. ഇല്ല മരണം വരെ ഞാൻ മുടി വെട്ടൂല. എന്താണ് ആ സഹാബാക്കളുടെയൊക്കെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ആ സഹാബിയുടെ ജീവിതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹാബി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച ആളങ്ങ് അല്ല, ഷുഗർ 1000 കയറിയിട്ട് ആളങ്ങ് ഉണങ്ങി പോകുന്ന പോലെ ആയിപ്പോയി. എന്താ നീ ഇങ്ങനെ ഉണങ്ങി?
എനിക്ക് അങ്ങേ നാൾ ആഖിറത്തിൽ കാണാൻ പറ്റാത്ത എൻ്റെ ടെൻഷൻ കയറിയിട്ട് ഞാനാകെ ടയർഡായി പോയതാണ്. വേറെ ഒരു ടെൻഷനല്ല അത്. നബിയെ നാളെ ആഖിറത്തിൽ എനിക്ക് കാണാൻ പറ്റൂലല്ലോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റുന്നില്ല, ബലഹീനനായിപ്പോയി ഞാൻ. അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടാവോ ജീവിതത്തിൽ? ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു സ്നേഹം, നമ്മൾ നബിയെ സ്നേഹിച്ചാൽ ഏറ്റവും കൂടുതൽ മഹബത്ത് നമുക്കായിരിക്കും സഹാബാക്കളെക്കാൾ. എന്താണെന്നറിയോ? നബിതങ്ങളുടെ അരികിൽ കിടന്നാണ് സഹാബത്ത് പഠിച്ചത്. അപ്പം നേരിട്ടെല്ലാം കണ്ടതുപോലെ നമ്മൾ എത്രയോ ദൂരം, എത്രയോ കാലങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞതും പഠിപ്പിച്ചതും കേട്ടതും ഒക്കെയാണ് കേട്ട് നമ്മളിവിടെ അമൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ അമൽ ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടം, നബിക്ക് ഇഷ്ടം, സഹാബത്തിന് ഇഷ്ടം. സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ എത്രയോ പാട്ട് ദിവസം തോറും പാടും, എത്രയോ പാഴ് വർത്തമാനങ്ങൾ സംസാരിക്കും. എത്ര ഗുണമേന്മയുള്ള ഒരു കർമ്മമാണ് സലാത്ത് ചൊല്ലുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. പാവങ്ങൾ പൊറുക്കപ്പെടും, മുറാദുകൾ ഹാസിലാക്കപ്പെടും, രോഗങ്ങൾ ശിഫയാക്കപ്പെടും. ഏത് നടക്കാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ സലാത്തുകൾ അധികരിപ്പിച്ചാൽ മതി. ടെൻഷൻ, മാനസികമായ വിഭ്രാന്തി, പ്രയാസം, സലാത്തുകൾ അധികരിപ്പിക്കണം. പക്ഷെ എന്നുള്ള സമയോടെ നമുക്ക് അതുകൊണ്ടാണ് ഈ സലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഹൈലോ നിഫാസോ വലിയ ശുദ്ധിയോ ചെറിയ ശുദ്ധിയോ ഒന്നും ബാധകമല്ല. നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാം, ഏത് സമയത്തും ചൊല്ലാം, നിങ്ങൾക്കറിയാവുന്ന സലാത്തുകൾ ചൊല്ലാം. നമുക്ക് ഒരാളെ കുറിച്ച് നമുക്ക് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ കാമുകന്മാര്, പ്രേമം, പ്രണയം, എപ്പോഴും അവര് മെസ്സേജിലായിരിക്കും. ഒരു മിനിറ്റ് മെസ്സേജ് കണ്ടില്ലെങ്കിൽ മിസ് കാൾ അടിച്ചു നോക്കുക, എന്താ കണ്ടില്ല, മെസ്സേജ് വിട്ടില്ല, ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഹായ് ഇട്ടിട്ട് നീ മറുപടി ഒന്നും വിട്ടില്ലല്ലോ, ഞാൻ അങ്ങോട്ട് ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് നീ അതിനെന്താ, നീ സീൻ ചെയ്തിട്ട് നീ ഒന്ന് റിപ്ലൈ തരാത്ത എന്ത്. എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും ജസ്റ്റ് കിക്ക് ചെയ്യുന്നൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കുന്ന ഇനി ഇവളും അല്ല തോന്നാ. അപ്പൊ വണ്ടിക്ക് അറിയാതെ സ്പീഡ് കൂടി പോകും. ഒരു പെണ്ണ് നിർത്തിയ ഒരു ആനന്ദം. അപ്പൊ എന്താ, ആ കൽബ് തമ്മിൽ ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും അതിന്റെ ഒരു തെളിവ് എന്ന നിലയിൽ നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് നബിതങ്ങളോടുള്ളൊരു നോട്ടിഫിക്കേഷൻ, വല്ലപ്പോഴും ഒരു സലാത്ത്, യാത്ര ചെയ്യുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ എൻ്റെ ഹബീബിനെ എൻ്റെ കൽബിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല, എനിക്ക് മറക്കാൻ പറ്റൂല ആ ഒരു സലാത്ത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അബ്ദുല്ലാഹിബ്ന് അബ്ദുൽ ഹിക്കം, അദ്ദേഹം പറയുന്നു, റഅയ്തു ഷാഫിഇയ്യ ഫിൽ മനാമി. ഷാഫി റഹ്മഹുല്ലാഹ് വഫാത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, മാ ഫഅല അല്ലാഹു ബിക്, അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണ് സമീപിച്ചത്? ഷാഫി ഇമാമാണ്, വലിയ പണ്ഡിതനാണ്, മഹാനാണ്, കിതാബൊക്കെ രചിച്ച് നമ്മുടെയൊക്കെ മദ്ഹബിന്റെ നേതാവാണ്. എങ്ങനെയായിരുന്നു അള്ളാഹു നിങ്ങളോട് സമീപിച്ചത്? അദ്ദേഹം പറഞ്ഞു, റഹിമനി അല്ലാഹു വഗഫറ ലി, എന്നെ അള്ളാഹു റഹ്മത്ത് ചെയ്തു, എനിക്ക് അള്ളാഹു പുറത്തു തന്നു. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, വസുഫിഫ്തു കമാ തുസഫുൽ അറൂസു ഇലാ സൗജിഹാ, എന്നെ അണിയിച്ചൊരുക്കി, വസുഫിഫ്തു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്. കമാ തുസഫുൽ അറൂസു ഇലാ സൗജിഹാ, ഒരു പുതിയ പെണ്ണിനെ തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നത് പോലെ എന്നെ അള്ളാഹു അവന്റെ കാരുണ്യത്തിലേക്കും സന്തോഷത്തിലേക്കും എന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുപോയി. അപ്പൊ ആ ശിഷ്യൻ ചോദിച്ചു, വമൻ ബല്ലഗക ഹാദിഹിൽ മൻസില, ഈ ഒരു അവസ്ഥയിൽ അങ്ങേക്ക് എത്താൻ അങ്ങയെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? അപ്പൊ ഷഫീ ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, റിസാലത്ത് എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന്റെ അവസാനത്തിൽ ഒരു സലാത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ സ്വലാത്ത് ഞാൻ എഴുതുകയും ഇത് അധികമായി ചൊല്ലുകയും ചെയ്ത കാരണത്താലാണ് അള്ളാഹു എനിക്ക് ഈ ഒരു പദവി തന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹം
മനാമിലൂടെ പറഞ്ഞതായിട്ട് കിതാബിൽ നമുക്ക് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സലാത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദക്കറഹു ദാക്കിറൂൻ വഫുലാൻ ദിക്രിൽ ഗാഫിലൂൻ. ആരെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരുണ്ടോ, ആരെല്ലാം അവനിൽ നിന്ന് വിസ്മൃതിയായിരിക്കുന്നുണ്ടോ, ആ സമയങ്ങളിലെല്ലാം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, സലാമത്ത് ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, കാരുണ്യമുണ്ടാകട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ഇടതടവില്ലാതെ നബി തങ്ങളുടെ മേൽ കാരുണ്യം അള്ളാഹു വർഷിക്കട്ടെ എന്ന സലാത്ത് എഴുതിയ ഒറ്റ കാരണത്താൽ അള്ളാഹു എനിക്ക് സ്വർഗത്തിലേക്ക് എന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുപോയെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ആ ഒരു ഉത്തരവാദിത്വം, അതിനോടുള്ള ഒരു മഹബത്തിന്റെ പേരിൽ നമുക്ക് കിട്ടിയ സ്ഥാനം ചെറുതുവല്ലാണോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നബി ഒരിക്കലും മറക്കരുത്. ഏത് സമയത്ത് നമുക്ക് ചൊല്ലണം സലാത്ത്, ഏത് സമയത്ത് നബിയോടുള്ള ഒരു മഹബത്ത്, ഷഫാഅത്ത്, അത് കിട്ടണമെങ്കിൽ നമ്മൾ നബിയോടുള്ള ആ ഒരു ബന്ധം പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിന് സുന്നത്തിലൂടെയും സലാത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക. അല്ല ചുമ്മാ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ഞാൻ മദീനയിലേക്ക്, ഇഷ്കിന്റെ മദീന, ഇശലിന്റെ തീരം, ഇതൊക്കെ ചുമ്മാ മനുഷ്യന്മാർക്ക് ഈ വെറുതെ ഈ വ്യൂസ് ഉണ്ടാക്കി കുറെ പേരും പ്രശസ്തിയും പാട്ടും ഉണ്ടാക്കി ഇപ്പൊ അതുകൊണ്ട് താത്താമാരും പിന്നെ കാക്കാമാരും വീട്ടമ്മമാരും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് നബി നബി എന്നും പറഞ്ഞിട്ട് പാട്ടും പാടിയിട്ട്. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മൊത്തം. വീട്ടമ്മമാർക്ക് ഇപ്പൊ വേറെ ജോലിയില്ല, എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞായിട്ട് നിഖാബ് വിട്ടിട്ട് ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും സുലൈഖ ബീവിയുടെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ എടുത്ത് വെച്ച് അടിച്ച് പാട്ടും പാടി കയ്യും പൊക്കി അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. കാണാൻ നമ്മളെ പോലുള്ള എല്ലാവരും ലൈക്ക് അടിക്കാൻ നമ്മളെ പോലുള്ളവർ. വീട്ടിലെ താത്താമാർ നോക്കുമ്പോൾ നബിയുടെ പാട്ടല്ലേ പാടുന്നത്, അതിനെന്താ കുഴപ്പമോ? താത്ത അടുത്ത് പാടാനാരാ പറഞ്ഞേ? നമ്മുടെ താത്താമാര് മൊത്തം വീട്ടമ്മമാരും ഇപ്പൊ ഇറങ്ങി, നമ്മുടെ പെൺമക്കളെ ഇപ്പൊ ഇറക്കി. ഇപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ദുനിയാവിന്റെ ഈ ഒരു രസമാണ്. ഇതിലൊന്നും നബിയുടെ ചര്യയില്ല. ഞാൻ പറയാണ്, ഇതൊക്കെ നാളെ നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടിടാനാണ്. നിങ്ങളുടെ പെൺമക്കളെ കൊണ്ടുപോയിട്ട് പാട്ട് പാടിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്ന് യൂട്യൂബിൽ ആളാക്കിയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഇവരുടെയൊക്കെ തന്തമാരും തള്ളമാരും ഭർത്താക്കന്മാരും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയണം. അത് പഠിച്ചു വെച്ചിട്ട് വേണം ഇവരെയൊക്കെ ഇറക്കാൻ. എനിക്കതേ പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാട്, അതിന് മ്യൂസിക്കിന്റെ ആവശ്യമില്ല. ഇന്ന് DJ പോലെയാണ് നബിയുടെ മദ്ഹ്. അതിലെന്താ അർത്ഥമുള്ള? പണ്ടൊക്കെ ദഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പാടും, മദ്ഹ് പാടും, കുട്ടികൾ ദഫ് കളിക്കും. ഇപ്പൊ വലിയ ബോക്സിൽ DJ ഇട്ടിട്ട് ഇപ്പുറത്ത് നിന്ന് ദഫ് കളിക്കുകയാണ്. എങ്ങനെ ജായിസ് ആവും? ഏത് ആലും ഇത് ജായിസ് ആക്കി തരും? പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ DJ 19,000 വാട്ട്സിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് പാട്ട് പാടിയിട്ട് ദഫ് കളിച്ചിട്ട് നബിതങ്ങളുടെ മദ്ഹ് നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കൽബിൽ കയറി പിടിക്കും. അല്ലാഹ് ഉറപ്പാണ്, വല്ലാഹി പിടിക്കും, വിടൂല. നമ്മുടെ ബാധ്യത പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സ്വീകരിക്കാതിരിക്കോ. നബിയുടെ മദ്ഹ് പറഞ്ഞത് അശ്ശഅറു കൽ കലാം. നബിയെ പുകഴ്ത്തിക്കോ, വാനോളം പുകഴ്ത്തിക്കോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ അറബിലോ എങ്ങനെ വേണമെങ്കിൽ നബിയെ പുകഴ്ത്തിയാലും കൂലി കിട്ടും. പക്ഷെ അതിനകത്ത് മ്യൂസിക്കിന്റെ അംശത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ മദ്ഹ് പാടാം, മ്യൂസിക്കില്ലാതെ. പിന്നെ പെണ്ണുങ്ങളും പാടി സൗണ്ട് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. സൗത്തുൽ മർഅത്തി ഔറത്തുൻ, ഒരു പെണ്ണിന്റെ ശബ്ദം അത് ഔറത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളത് സൂക്ഷിക്കണം, ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. നബിയുടെ ഇഷ്ടമുണ്ട്, നബിയുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലി, നബിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മദ്ഹ് പഠിക്കോ, നബിതങ്ങൾ പേരിൽ നിങ്ങൾ ഖുർആൻ ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണല്ലോ ഖുർആൻ ഓതാൻ. അദ്ദിബു ഔലാദക്കും അലാ സലാസത്തി ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക 3 കാര്യം. ഒന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബി ആരാണ് ആ ഹുബ്ബ് പഠിപ്പിച്ചോട്. വഹുബ്ബി അഹ്ലി ബൈത്തിഹി, നബി തങ്ങളുടെ അഹ്ലി ബൈത്തുകളെ പഠിപ്പിച്ചുകൊട്. വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊട്. മനസ്സിലാക്കട്ടെ, നബി തങ്ങളെ മനസ്സിലാക്കട്ടെ. എപ്പോഴും മദ്ഹ് ചെയ്യട്ടെ. ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ മദ്ഹ് ചെയ്യട്ടെ. ഒരിക്കലും നബി തങ്ങളെ മദ്ഹ് ചെയ്യണ്ടെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല ദുനിയാവില്. അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് മദ്ഹ് ചെയ്ത് നബി തങ്ങൾ ആ സഹാബിയെ ആദരിച്ച ചരിത്രമുണ്ട്. പക്ഷെ അത് അതിരി വിട്ടുപോയാൽ, നബി തങ്ങളുടെ സുന്നത്തും മഹബത്തും നഷ്ടപ്പെട്ടു പോയാൽ അതിനാരാ മറുപടി പറയുക? അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ സുന്നത്തിന് മുറുകെ പിടിക്കുക ഇൻഷാ അല്ലാഹ്. ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പട്ടിണി കിടന്നു. അന്ന് കിട്ടാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും ആരും കൊടുക്കാനില്ലാത്തത് കൊണ്ടൊന്നും അല്ല, ആരുടെ പോയി ചോദിക്കാനും യാചിക്കാനും ഒന്നും പോകാത്തത് കൊണ്ടാണ്.
നമുക്കിന്ന് പട്ടിണി ആയിപ്പോയാൽ നമ്മൾ എവിടുന്നെങ്കിലും യാചിച്ച് വാങ്ങി തിന്നും. അത് ഹലാലോ ഹറാമോ ഒന്നും നമ്മൾ നോക്കാറില്ല. എവിടുന്നെങ്കിലും തിന്നാന്നുള്ളതാണ്. ഏത് കടയിൽ കയറിയിട്ട് നമ്മൾ വാങ്ങി തിന്നും ഇറച്ചിയൊക്കെ. ഹലാലോ ഹറാമോ ആരും നോക്കുന്നു? ഞാൻ എത്ര മുസ്ലിം സഹോദരങ്ങളെ കാണുകയാണ്. അവന് വിശക്കുമ്പം നോക്കുമ്പോ ഒരു ഏരിയയിൽ യാത്ര ചെയ്യാണ്, അവിടെ ഒരു മുസ്ലിമേ ഇല്ല, ഷവർമ്മ വാങ്ങി തിന്ന. ഈ ഷവർമ്മ അർത്ഥ ആരാ കൊണ്ടുവരുന്നത്? ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? യഅ്മുറുഹും ബിൽ മഅറൂഫ്. നബിതങ്ങളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? എന്തിനാണ് നബിതങ്ങൾ വന്നത്? നബിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. നബിതങ്ങളുടെ ഡ്യൂട്ടിയാണ് നന്മ ഉപദേശിക്കുക, തിന്മയെ വിരോധിക്കുക, ഹലാലായത് തിന്നാനും കുടിക്കാനും ഏതാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഹലാൽ, ഇത് ഹറാം, ഇത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാൻ പാടില്ല. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്. നല്ല ഭക്ഷണം അവർക്ക് അനുവദിക്കണം. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. അള്ളാഹു നിരോധിച്ചത് അത് നമുക്ക് പാടില്ല. സമുദായത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തു, വിളംബരം ചെയ്തു. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഹബീബിനെ ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النور الذي انزل معه اولئك هم المفلحون. ഈ ഹബീബിനെ ആരാണോ വിശ്വസിക്കുന്നത്, പിൻപറ്റുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ഈ ഹബീബിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ആരാണോ അവർ വിജയികളാണ്. അവരാണ് വിജയികൾ. ഖുർആന്റെ സ്പഷ്ടമായ വ്യക്തമായ ആയത്താണ്. ഹലാലിനെ ഹറാമാക്കിയും ഹറാമിനെ ഹലാലാക്കിയും നമ്മൾ ജീവിച്ചിട്ട് നബിതങ്ങളുടെ മഹബത്ത് കിട്ടും, ശഫാഅത്ത് കിട്ടും നോക്കിയാലൊന്നും എന്റെ റബ്ബ് സത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല, നമുക്കും കിട്ടൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വെറുതെ നമ്മൾ പറയുന്ന വാക്കല്ല. ആയത്തും ഹദീസുകളും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഹൗലുൽ കൗസർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് അഅതൈനാകൽ കൗസർ. ഹൗലുൽ കൗസർ. ഹൗലി, എന്റെ ഹൗലുണ്ടല്ലോ, മസീറത്തു ഷഹർ, ഒരു മാസത്തെ വഴിദൂരമാണ്. വസവായാഹു സവാഉൻ, ചതുരാകൃതിയിലെല്ലാം ഒരേപോലെ, ഒരു മാസത്തെ വഴിദൂരം എന്റെ ഹൗലുൽ കൗസർ. മാഉഹു അബ്യളു മിനൽ ലബൻ, പാലിനേക്കാൾ തൂവെള്ളയാണ് അതിലെ വെള്ളം. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ് അതിന്റെ മണം. അത്രയ്ക്കും വലിയ മണാണ്. വകിസാനുഹു കനുജൂമിസ് സമാ, അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ഗ്ലാസ്, ചെറിയ കോപ്പകളൊക്കെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ പോലെയാണ്. മൻ ശരിബ ലം യൽമ അബദ, ആര് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവന് ദാഹമുണ്ടാവുകയേ ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ അസ്ഖിനാ മിൻ ഹൗളി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശർബത്തൻ ഹനിയത്തൻ മരിയ ലാ യൽമഉ ബഅദഹാ അബദൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് ഒരിക്കലും ദാഹിക്കാത്ത നിലയിൽ നബി തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഹൗല് അത് ഞാൻ ഇങ്ങനെ കോരിക്കൊടുക്കും. ആരാണോ മൻ മർറ അലയ്യ ശരിബ, എന്റെ അരികിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്ക് ഞാൻ അത് കോരിക്കൊടുക്കും. മൻ മർറ അലയ്യ ശരിബ വമൻ ശരിബ ലം യൽമഅ അബദ, ആര് ഈ വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവർക്ക് ദാഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഞാൻ കോരി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോ ലയരിദന്ന അലയ്യ അഖ്വാമുൻ, ചില ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി എൻ്റെ അടുക്കലേക്ക് ഓടി വരും, എൻ്റെ അനുയായികളാണ്. അരിഫുഹും, എനിക്കവരെ അറിയാം, എൻ്റെ അനുയായികളാണെന്ന്. വയരിഫൂനി, അവർക്ക് എന്നെയും അറിയാം, ഇത് ഞങ്ങളുടെ റസൂലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കോരിക്കൊടുക്കാൻ അങ്ങനെ പോകുമ്പോ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീഴും, ഒരു മറവീടപ്പെടും.
ഉടനെ ഞാൻ ചോദിക്കും, ഇന്നഹും മിന്നീ, എന്തിനാ മറയിട്ടത്? അവർ എന്റെ അനുയായികളാണ്, എന്തിനു മറയിട്ടത്? തുറക്ക്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ. ഫയുഖാലു ലഹു, ഉടനെ നബി തങ്ങളോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ പേരും പറഞ്ഞ് ഹബീബായ തങ്ങളെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് സുന്നത്താണ് ശരീഅത്താണെന്നും പറഞ്ഞിട്ട് ദീനിൽ ഇല്ലാത്ത കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ വർഗമാണിത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെടുമോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയും, സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എൻ്റെ ദീനിനെ നശിപ്പിച്ചവർക്ക് നാശം 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 നാശം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന് നബിക്ക് നിരക്കാത്തത് ചെയ്ത നാളെ ഇതായിരിക്കും അവരുടെ അനുഭവം. ഓർത്തോളി, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചിന്തിച്ചോളി. നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമില്ല, നമ്മൾക്ക് പറയേണ്ടത് നമ്മൾ പറയാണ്. നബി തങ്ങൾക്ക് നിരക്കാത്തതും ഇസ്ലാമിക ശരീഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതുമായ കാരണം അവ എങ്ങനെ ചെയ്യുന്നു, ഇവ എങ്ങനെ ചെയ്യുന്നു, ആ ഉസ്താദ് ചെയ്ത്, ഇതൊന്നും നമുക്ക് മാതൃക, ഉസ്താദ് ഒന്നും മാതൃകയൊന്നുമല്ല. നിങ്ങൾ എന്നെ കണ്ടുപഠിക്കരുത്, ഒരു കാരണവശാലും പഠിക്കരുത്. നിങ്ങളൊരു ആലിമിനെ കണ്ടും പഠിക്കണ്ട. നിങ്ങൾക്ക് മാതൃകാ യോഗ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാക്കന്മാരൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്തു പോകും. നമ്മളിപ്പോ പഠിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും ഫുൾ തൗബ കോടതി കൈയിട്ടോണ്ടിരിക്കൊന്നുമല്ല. മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ് തെറ്റുകൾ. അലക്കുകൾ അള്ളാഹ് ആദ്യം ഇറക്കി വലിയ തെറ്റിലേക്ക് അവർ പോയി. അതുകൊണ്ട് നമ്മളിലേക്കല്ല നോക്കേണ്ടത്, ആ ഉസ്താദ് അങ്ങനെ ചെയ്തു, ഈ ഉസ്താദ് ഇങ്ങനെ, ആ മുസ്ലിമിനെ കൂട്ടി, ഈ മുസ്ലിം, നമ്മൾ എന്തിനാവശ്യമില്ലാത്തതിലേക്ക് നോക്കാൻ പോണത്? അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. മറ്റൊരാളുടെ ഐബ് ന്യൂനത നോക്കലൊന്നും അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ന്യൂനതയിലേക്ക് നമ്മൾ നോക്ക്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, നിന്റെ ഐബിനെ നീ നോക്ക്. ഫത്തിഷ് നഫ്സക് ഖബ്ല അൻ തുഫത്തിഷ ഗൈറക്, മറ്റൊരാളെ നീ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വയമേ സ്കാൻ ചെയ്തിട്ട് നിനക്ക് എന്താ കുഴപ്പമെന്നുള്ളത് നീ നോക്ക്. അതാണ് നീ ചിന്തിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. എല്ലാവരും നാളെ ആഖിറത്തിൽ പ്രവാചകന്മാരടക്കം നഫ്സി നഫ്സി എന്നാ പറയാ, നഫ്സി നഫ്സി എന്നാ പറയാ. എന്റെ സ്വന്തം നഫ്സ്, എന്റെ ആത്മാവ്. ഖുർആൻ എടുത്ത് വെച്ച് നോക്ക്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നി. എന്താ ഇതിന്റെ അർത്ഥം? കെട്ടിയോന്റെ നിന്ന് കെട്ടിയോളോടും, ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട, ഭാര്യയെ ഓടും ഭർത്താവിനെയും വിട്ടിട്ടോടും, മക്കളെ വിട്ടിട്ട് മാതാപിതാക്കളോടും, മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് വാപ്പായും ഉമ്മായും വേണ്ട, ജ്യേഷ്ഠന് അനുജനെ വേണ്ട, അനുജന് ജ്യേഷ്ഠനെ വേണ്ട, സഹോദരന് സഹോദരിയെ വേണ്ട, സഹോദരിക്ക് സഹോദരനെ വേണ്ട. ഖുർആനല്ലേ ഇത്? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളാണെന്ന്. എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇന്റർവ്യൂവിന് 100 പേര് പോയിരിക്കുന്നു ഇന്റർവ്യൂ പാസ്സാകാൻ. എന്തായാലും 100 പേരെയും പാസ്സാക്കൂല, 10 പേരെ സെലക്ട് ചെയ്യുള്ളൂ. എല്ലാവരുടെ ലക്ഷ്യം എന്തായിരിക്കും? എന്നെ എടുക്കണേ, എന്നെ എടുക്കണം. അല്ല, നിന്റെ സ്വന്തം കൊച്ചാപ്പാടമ്മ അവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് എടുക്കണേ. സ്വന്തം അനിയൻ, അവൻ എവിടെ പോട്ടെ, അവൻ്റെ വാപ്പ നോക്കിക്കോളൂ, എനിക്കൊന്നും ഇങ്ങനെ നിങ്ങൾ അമേരിക്കൻ കമ്പനി പ്ലീസ്. ലക്ഷ്യം എന്താ? 10 പേരേ ഉള്ളൂ. ആര് വേണം കയ്യും കാലും പിടിക്കും. അനിയന് കല്ലി വല്ലി, നിന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനൊക്കെ പോട്ടെന്ന്. നിന്നെ വളർത്തിയത് അത് പണ്ടല്ലേ വളർത്തിയത്. ഇപ്പൊ അയാളെ പെണ്ണുമുള്ളായിട്ട് വേറെ താമസമാണ്, എനിക്ക് ജീവിക്കണ്ടേ. എന്നാലും അവർ നന്ദി, അതുകൊണ്ട് ജ്യേഷ്ഠൻ ആ ചാൻസ് കൊടു. ഇല്ല ഇല്ല ഇല്ല, അതൊന്നും വിളി, എന്നെ നിങ്ങൾ പ്ലീസ്, എന്നെ രക്ഷൻ. വേണമെങ്കിൽ പറയും എൻ്റെ ജ്യേഷ്ഠൻ അല്ലാന്ന് വേണമെങ്കിൽ പറയും. ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ പറയും, അതാരാ നിന്റെ ജ്യേഷ്ഠനല്ല. 2 പേർക്ക് 2 ഞാൻ ചാൻസ് കൊടുക്കും, ഏത് വേണമെന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ എൻ്റെ ജ്യേഷ്ഠൻ, അത് ഞങ്ങളുടെ അച്ഛൻ ആദ്യം ഒരു പെണ്ണ് കെട്ടി അതിൽ പോയതാ, അത് ഒളിച്ചോടി പോയതാ, അതൊന്നും അല്ല, നമ്മുടെ അച്ഛനെ ജ്യേഷ്ഠനല്ല സാർ പ്ലീസ് എന്നെ ഒന്ന് രക്ഷം. ദുനിയാവിൽ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി മനുഷ്യൻ സ്വന്തം കുടുംബത്തെ മറക്കാണ്. ഇവിടെ സ്വന്തം കുടുംബത്തെ മറക്കുക, ദുനിയാവിൽ ചെറിയ ജോലിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി. അപ്പൊ ആഖിറത്തിന്റെ അവസ്ഥ എന്തായാലും ആലോചിച്ച് നോക്കി, ചിന്തിച്ച് നോക്കിയാൽ മതി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും ശഅനി. ഈ പ്രസംഗിക്കുന്ന പോലെ ഒന്നും അല്ല. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് നാളെ രക്ഷ. ഇവിടെ എല്ലാവരും ഫത്വ ഇറക്കാൻ ആളുണ്ടാവും, ഇവിടെ കമന്റ് പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും, 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകും കമന്റ്. അവിടെ പോയാൽ ഇവന്റെ നാക്കള്ള സ്റ്റാപ്ലർ അടിച്ചു വെച്ചേക്കാൻ, നാനങ്ങാൻ പറ്റൂല ഇവൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മിണ്ടാൻ പറ്റൂലല്ലോ. അതിലെ നബി തങ്ങൾ പറഞ്ഞത് വഅന ഖതീബുഹും ഇദൻ സത്തു, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാനായിരിക്കും സംസാരിക്കുന്നത് എൻ്റെ ഈ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ ആ ഉമ്മത്തികൾക്ക് വേണ്ടി നബി തങ്ങൾ സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും നബി തങ്ങളുടെ അല്പമെങ്കിലും ഒരു 20%
എൻ്റെ ഹബീബിൻ്റെ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ വേറെ എങ്ങോട്ടും നോക്കണ്ട. എല്ലാത്തിൽ നിന്ന് ദീൻ വളരെ സ്പഷ്ടമാണിത്. ദീൻ വളരെ സ്പഷ്ടമാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഗാനമേളൊക്കെ നടത്തി, ഉറൂസിന്റെ പേര് ഗാനമേള നടത്തി, വെള്ളിയാഴ്ച രാവിലെ അവിടെ പോയിട്ട് മണൽത്തരയിൽ ഇങ്ങനെ ഇരിക്കും. താത്തായും കാക്കായും എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. മഗ്‌രിബ് നിസ്കരിച്ച, ഇശാ നിസ്കരിച്ച, സുബൈക്ക് 4 മണിക്ക് വന്ന് കിടക്കും, 9 മണിക്ക് എഴുന്നേക്കും. ഫജ്ർ നിസ്കരിച്ച, അത് കുഴപ്പമില്ല, അത് നമുക്ക് കുഴപ്പമില്ല. ഔലിയ ഉപ്പ നാളെ തന്നെ മറുപടി പറഞ്ഞോളും. നമ്മൾ കുഴപ്പമില്ല. ഔലിയ ഉപ്പ പാവം പിടിച്ച ഔലിയാക്കളെ നിങ്ങൾ കുറ്റം പറയരുത്. അവരൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അവരുടെ പേരും പറഞ്ഞ് തമ്മാടിത്തരം കാണിച്ചിട്ട് നിങ്ങൾ അവരുടെ തലയിൽ വെക്കാൻ പാടില്ല. നമ്മൾ അതാദ്യം ചിന്തിച്ചു നോക്കണം. നല്ലൊരു രാവിലെ നമ്മുടെ കൗമ് പോകുന്ന, അതാണ് അവർക്ക് ഇഷ്ടം. നസീഹത്തോ ദഅവത്തോ ഇബാദത്തോ ഇതൊന്നും അവരടുത്ത് പറയരുത്. ഈട്ടപ്പാങ്കുത്ത്, ഇതിനാണ് അവർക്ക് ഭയങ്കര പ്രാമുഖ്യം, താല്പര്യം. ഇതൊരു ദീനായിട്ട് അവർ കാണുന്നു. അത് തന്നെ ഇത് ദീനായിട്ട് കാണുന്നവർ നാളെ റബ്ബിന്റെ പക്ഷത്തിൽ നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വരും വെള്ളം കുടിക്കാൻ. അപ്പൊ പറയും, തിരശ്ശീല വീണ് പോയി, മാറ്, നിനക്ക് അങ്ങോട്ട് പോകാൻ അവകാശം ഇല്ല. സുഹക്കൻ ലിമൻ ഗയ്യറ ബഅദി. ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, നല്ല സമയത്ത് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല റാഹത്തായ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോയി ചോദിക്കുന്നത്, അയ്യശ്ഫഅലി, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണം കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫാഇൽ, ഞാൻ ചെയ്യാം. നല്ല സമയത്തായിരുന്നു, നല്ല ഒരു സാഹചര്യമൊക്കെ ഒന്ന് നോക്കി കൊള്ളാം എന്ന് കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു പോയി മെല്ലെ സോപ്പിട്ട് കാലൊക്കെ ഒന്ന് നെക്കി കൊടുത്തിട്ട് പറഞ്ഞു, നബി എനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബി എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫാഇൽ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ശരി, നബി തങ്ങൾ പറഞ്ഞ വാക്ക് ശരി തന്നെയാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും കളവാക്കൂലല്ലോ നബിയുടെ വാക്ക്. പക്ഷെ നമ്മളെ പോലുള്ള വസ്വാസാണല്ലോ എല്ലാവർക്കും. സഹാബാക്കി ബഹുമാനപ്പെട്ട അനസ് ടെൻഷൻ, ഞാൻ അവിടെ അത്രയും മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെ പോയി നബിയെ കണ്ടുപിടിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, ഐന അത്ലുബുക്, ഞാൻ നിങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനാണ്? എനിക്ക് ശഫാഅത്ത് ചെയ്യും, സംഭവം ശരി തന്നെയാണ്. ഇനി ഓടി വന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ, റസൂലേ, ഞാൻ അനസ ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞല്ലോ, തലയൊക്കെ ചൊറിഞ്ഞിട്ട് പറ്റ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണ്ടേ എവിടാന്ന്. ഐന അത്ലുബുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മാ തത്ലുബുനി അല സിറാത്ത്, നീ ആദ്യമായിട്ട് എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ സിറാത്തിനടുക്ക വന്നാൽ മതി, ഞാൻ അവിടെ കാണുമെന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ നബി തങ്ങൾ എന്തിനെന്നറിയോ? ആളുകളൊക്കെ കയറി വരുമ്പം ചെറിയ പ്രശ്നമാണ്, താഴോട്ട് പോകുമ്പം പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പരിചയക്കാരൻ കയറ്റിവിട്ടേരല്ല, പ്ലീസ് ഉടച്ചോനെ. അല്ല, ഇവൻ സുന്നത്തുകൾ ചെറിയ 1-2 സുന്നത്തിൻ്റെ കേസൊക്കെ ഉള്ള, ഞാൻ ഒന്ന് കയറ്റിവിട്ടേരല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി തങ്ങൾ അവിടെ നിൽക്കാണ്. അതാ ചിന്തിക്കണ്ടേ. ATM കാർഡ് ഉണ്ടെന്ന ഹദീസിലുണ്ട്. ATM ബത്താഖത്ത് നബിതങ്ങൾക്ക് നമ്മുടെ മീസാനത്ത്. ഇപ്പം നമ്മുടെ വിഷയം ഇപ്പം നാളെ അടുത്ത ആഴ്ച മുതൽ ആഖിറം വരുമല്ലോ. അപ്പം ഞാനതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചു തരാം. ആഖിറത്തിൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 4 ആഴ്ച നമ്മൾ നബിതങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി യൗമുൽ ആഖിർ പഴയ ആയത്ത് ഓതി വെച്ചതിൻ്റെ ബാക്കി നമുക്കിനി ചർച്ച ചെയ്യാനുണ്ട്. അപ്പം അന്നേരമൊക്കെ ഞാൻ ആഖിറത്തെ കുറിച്ച് പറയുമ്പോൾ മീസാന്, ഹിസാബ്, സിറാത്ത് ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിറാത്തിന്റെ അടുക്കൽ വാ, ഞാൻ അവിടെ കാണും. അനസ് റളിയല്ലാഹു തആല അൻഹു മെല്ലെ തലയുറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫൈലം അൽഖക യാ റസൂലല്ലാഹ്, ഞാൻ സിറാത്തിന്റെ അടുത്ത് വരുമ്പോൾ നബി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേറെ എവിടെ അന്വേഷിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫൈലം അൽഖക അല സിറാത്ത്, സിറാത്തിന്റെ അടുക്കൽ ഞാൻ കണ്ടില്ലെങ്കിൽ നബി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്ലുബ്നി ഇൻദൽ മീസാൻ, ആ മീസാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞാൻ അവിടെ കാണും. നീ അവിടെ വന്നില്ല, അങ്ങോട്ട് വന്നാൽ മതി. അവിടെയും എത്തി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു ചോദിച്ചു, ജസ്റ്റ് മിസ്സായി പോയാലോ? ഞാൻ അവിടെ എത്തി, അങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഫൈലം അൽഖക യാ റസൂൽ, നമ്മളൊക്കെ ആണെങ്കിൽ അടിയും കൊടുത്തു ഓടിച്ചേരാൻ.
മുഖ്യമന്ത്രി അടുത്ത അല്ലെങ്കിൽ നമ്മുടെ MLA അടുത്ത മന്ത്രി അടുത്ത, സാറേ അവിടെ കാണാം, നാളെ 9 മണിക്ക് ഞങ്ങൾ ഓഫീസിൽ വന്നേരെ. സാറേ അവിടെ 9 മണിക്ക് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാണ്, നിന്റെ വീട്ടിൽ പോയിരുന്നത് പറയും. പിന്നെ അവരുടെ രണ്ടാമത് സംസാരം മാന്യമായിട്ട് അടുത്തൊരു സംസാരം അവരെ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര തിരക്ക് പിടിച്ച ലോകത്തിന്റെ നേതാവിനോട് അനസ് റളിയല്ലാഹു വീണ്ടും വീണ്ടും ചോദിക്കാം, മൂന്നാമത് ചോദിക്കാണ്, മീസാന്റെ അടുത്ത് അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്ത് പറഞ്ഞു, ഉത്ലുബുനി ഇൻദ ഹൗളി ലാ ഉഖ്തിഉ അൻ ഹാദിഹി സലാസൽ മവാത്തിന. നീ അവിടെ നിനക്ക് കണ്ടില്ലെങ്കിൽ എൻ്റെ ഹൗലിനടുത്ത് നീ വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് മാറേയില്ല, അവിടെ തന്നെ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഞാൻ അവിടെ തന്നെ കാണും, നീ അങ്ങോട്ട് വന്നാൽ മതി. എത്ര സരളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ അടുക്കൽ ജോലി ചെയ്തതാ, 10 വർഷത്തോളം ജോലി ചെയ്തു. ഫമാ ഖാല ലീ ഉഫ്ഫിൻ ലിമ സനഅതഹു വലിമ തറക്തഹു. 10 വർഷം ജോലി എടുത്തു നബിയുടെ കീഴില്. എന്താണ് നീ അങ്ങനെ ചെയ്യാത്തത്? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരക്ക് പിടിച്ച സമയത്ത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, നീ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ. കൊച്ചുകുട്ടി അനസ് റളിയല്ലാഹു അൻഹു സാധനം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അവിടെ കളി നടക്കുന്നു, കളി. അതും കണ്ടുകൊണ്ട് മൂപ്പിൽ അവിടെ പോയി ഇങ്ങനെ നിന്ന്. നബി കുറെ നേരം നോക്കിയിട്ട് ആളിനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നടന്നു, ഇവനെ കണ്ടില്ലല്ലോ. നമ്മുടെയൊക്കെ വാപ്പമാര് പണ്ടൊക്കെ പയ്യന്മാരെ മുറുക്കാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കാണാതെ വരുമ്പോൾ അല്ലാഹ് വല്ലവൻ പിടിച്ചോണ്ട് പോയ വാപ്പ ഇറങ്ങി പോകും പിറയില്. അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പൊ നബി തങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോയപ്പോ മൂപ്പിലാൻ കളി കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറകിൽ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, യാ അനസൂട്ടി, നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെയ്ക്കും വാങ്ങിക്കൊണ്ട് തന്നില്ലേ? നമ്മളന്ന് അടിച്ചവന്റെ കാലുടിച്ച് കുടിക്കൂലേ? ഒരു കാര്യം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, യാ അല്ലാഹ് നസീത്ത് യാ റസൂലല്ലാഹ്, ഇപ്പൊ ഞാൻ മേടിച്ചോണ്ടിരാം, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാനോ, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാം. നബി തങ്ങൾ ചിരിച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത്, യാ അനസു ഉനൈസ് അനസൂട്ടി എന്നാ പറഞ്ഞത്. അവിടെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞേ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ അത് വാങ്ങിക്കൊണ്ടു വന്നില്ലല്ലോ, ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാൻ നബി ഞാൻ പറഞ്ഞു. നബിയുടെ സ്വഭാവം അങ്ങനെ ഉണ്ട്. ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നബിയുടെ കീഴിൽ ജോലി ചെയ്തവരാ, നബിക്ക് ഖിദ്മത്ത് ചെയ്തവരാണ്. അതാണ് 10 വർഷം ജോലി എടുത്തിട്ട് എന്നെ ചേന്നൊരു വാക്ക്, ഞാൻ എന്തെല്ലാം കുരുത്തക്കേട് നബിയുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്, എന്തിനു നീ അങ്ങനെ ചെയ്യുന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ചോദിച്ചു, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ സെർവന്റിന് നമ്മൾ എത്ര ദിവസം എത്ര പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 70 മറ, 70 പ്രാവശ്യം. നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവൻ 70 പ്രാവശ്യം തെറ്റ് ചെയ്താലും നമ്മൾ അവനെ ശകാരിക്കാൻ പാടില്ല. 70 7 3 ഒരു 3 പ്രാവശ്യമെങ്കിലും എല്ലാവരും നോക്കും. അതും ഇല്ലല്ലോ. 2 ദിവസം താമസിച്ചത്, നാളെ നീ വരട്ടെ, നീ നാളെ നീ വരണം കേട്ടാ, നാളെ തന്നെ നീ വയ്ക്കും, വേറെ ആളിനെ അടുത്ത് 2 ദിവസം. ചിലപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, ചില റോഡ് ബ്ലോക്ക് ആയിരിക്കും, എന്തെങ്കിലും കാണും. നബി തങ്ങൾ പറഞ്ഞു, 70 പ്രാവശ്യം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന സെർവന്റിന്, ജോലിക്കാർക്ക് നമ്മൾ വിട്ടുപുറത്ത് കൊടുക്കണം, പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുവോ? നമ്മൾ കേൾക്കുവോ? കൊടുക്കുന്നത് എത്ര? 10-15,000 രൂപ. അതൊക്കെ പിച്ച 10,000 രൂപ കൊടുക്കുന്നത്. എന്നിട്ട് 1 ലക്ഷം രൂപ പണിയെടുപ്പിക്കും, ഇവനെ കൊണ്ട്, ഇവളെയും കൊണ്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് ഇത്തിരി എന്തെങ്കിലും ഒന്ന് ഇച്ചിരി അപാകതകൾ വന്നു പോയാൽ തെറി വിളിക്കുക, ശമ്പളം കട്ട് ചെയ്യുക. ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇനായിക്കും ഫഇന്ന ലഹാ ജാലൻ കാജാലിക്കും. നിങ്ങളുടെ സെർവന്റിന്റെ കയ്യിൽ നിന്നെങ്ങാണ് ഒരു വിലപിടിപ്പുള്ള സാധനം താഴെ വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ അവന്റെ ശമ്പളം കട്ട് ചെയ്യരുത്, അവനെ അടിക്കരുത്, അവനെ തെറി വിളിക്കരുത്. ഫഇന്ന ലഹാ ജാലൻ കാജാലിക്കും, നിങ്ങളുടെ ആയുസ് തീർന്നു പോയതുപോലെ അതിന്റെ ആയുസ് തീർന്നു എന്ന് കരുതിയാൽ മതി. നമ്മൾ അങ്ങനെയാണോ? വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടെ സെർവന്റിന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാല് അവന്റെ ശമ്പളം കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ വലിയ റസൂലുള്ളാഹിയുടെ മുഹിബ്ബു സല്ലല്ലാഹു അലാ മുഹമ്മദ്, കടയിൽ വലിയ ബോർഡിൽ എഴുതി വയ്ക്കും, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ എഴുത്ത്? കടയുടെ ഫ്രണ്ടിൽ എഴുതി അങ്ങ് വെച്ചേക്കും. ഒരു പറച്ചിൽ ഇത് കണ്ട റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത ആള്. നാളെ ആദ്യം ഇവനായിരിക്കും ഹൗദ് കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുക. മുക്കിക്കൊല്ലാൻ വല്ല ഹൗദ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇവനൊക്കെ മുക്കിക്കൊന്നേനെ നബി തങ്ങൾ കൊണ്ടുപോയി. ആദ്യം എങ്ങനെയൊക്കെ ഇവനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അംശം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മക്കളെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നന്നാക്കി എടുക്കുക. എല്ലാം ഇന്ന് പാട്ടിന്റെ പിന്നാലെ പോവാണ്. വാപ്പാടത്തും ഉമ്മാടത്തും ചോദിക്കും, മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർക്ക് അവർ പറയും ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഇന്നാത്തന സാദത്തന കുബറാന ഫാദല്ലൂന സബീല. ഞങ്ങളുടെ അപ്പായും ഉമ്മായും പോകുന്നതിന് കുഴപ്പമില്ല, ഇജാസത്ത് തന്നു, അനുവാദം, ഞങ്ങൾ പോയി ഉടച്ചവന്, ഞങ്ങളിതൊക്കെ സുന്നത്താന്നാ വിചാരിച്ചത്, നമുക്കിതൊന്നും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാപ്പാടുത്ത് ചോദിച്ചോളൂ. ഇതോ അപ്പുറത്ത് വെപ്പുണ്ട്, ആള് അപ്പുറത്ത് വെപ്പുണ്ട്, ഇങ്ങനെ വിളിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ തസ്ബീഹൊക്കെ ആയിട്ട് വരും. അല്ല പറയാതെ അങ്ങോട്ട് മാറ്റി വൈ, തസ്ബീഹൊക്കെ മാറ്റിയിട്ട് ചങ്ങല എടുത്തോണ്ട് വാ, തസ്ബീഹൊക്കെ ആണ് മാറ്റി വൈ. തസ്ബീഹ് ചങ്ങലയാക്കി മാറ്റും അല്ല. ആ എന്തിനാ ഇത്? നിന്റെ മക്കളെ ആരാ എന്തിന്റെ പേരില നിന്റെ മക്കൾ പഴിച്ചു പോകാൻ കാരണം? നീ എന്ത് ഉപദേശിച്ചില്ല, എന്താ നന്നാക്കിയില്ല? അവരൊക്കെ അന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞല്ലേ. അതൊന്ന് അന്നത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ ആയിപ്പോയി. പടച്ചോനെ നീ പൊരുത്തപ്പെട്ടെന്നെ വിട്ടു. പൊരുത്തമൊന്നും അവിടെ ഇല്ല, ഇവിടെ പൊരുത്തപ്പെട്ടു. നീ എന്ത് നമ്മടുത്തരം കാണിച്ചാലും ഇവിടെ കുത്തിയിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞ് പ്ലീസ് അല്ലാഹ് മാപ്പാക്കണം, വല്ലാഹി അല്ലാഹ് പുറത്തു തരും. പക്ഷെ റൂഹ് പോയിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് നമ്മൾ കയ്യും കാലും പിടിച്ചാല് അതിന് ചാൻസ് ഇല്ലല്ലോ, അവസരം ഇല്ലല്ലോ, സമയമില്ലല്ലോ. ഇവിടെ അതിന് അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് അതിന് നമുക്കൊരവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ കൂടുതൽ യൂട്യൂബ് എടുത്തു നോക്കിയ മുസ്ലിം പെൺകുട്ടികളെല്ലാം ഈ സിനിമാ പാട്ട്, ഹിന്ദി പാട്ട്, ഡാൻസിന്റെ പിന്നാലെ. ഈ വാപ്പ ഉമ്മ നാളെ ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഈ പാട്ട് ഡിലീറ്റ് ആക്കാത്തിടത്തോളം കാലം, ഇത് യൂട്യൂബിൽ കിടക്കുന്നിടത്തോളം കാലം, ഈ മരിച്ചു കഴിഞ്ഞ് കബറിൽ പോകുമ്പോൾ ആരാണ് ഈ പാട്ട് കേൾക്കുന്നത്? അപ്പ ശിക്ഷ അവിടെ കിട്ടും, അപ്പ ശിക്ഷ അവിടെ കിട്ടും. ഡിലീറ്റ് ആവൂല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവള് വലിയ തൗബ ചെയ്തൊക്കെ പിന്നീട് മരിച്ചുപോയി അങ്ങനെ ചെയ്തായിരിക്കും. പക്ഷെ അന്നത്തെ ചെയ്തിരുന്ന ദുരിതം അതാ അള്ളാഹ് പറഞ്ഞ വാക്ക, ഇന്നാ നക്തുബു മാ നക്തുബു മാ ആസാറഹും. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിങ്ങളുടെ ഓരോ ചെയ്തു വെക്കുന്ന ഗുണങ്ങളില്ലേ, ഇതൊക്കെ നാം രേഖപ്പെടുത്തി വെക്കുന്നു. യാസീൻ ഓതുമ്പോൾ തന്നെ ഫസ്റ്റിൽ അതുണ്ടല്ലോ. യാസീൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങളിവിടെ ചെയ്തു വെക്കുന്നതൊക്കെ നാം ശേഖരിച്ചു വെക്കുക എന്നാ പറഞ്ഞത്. ചില ആളുകളൊക്കെ ഈ സെക്സിന്റെ ഒക്കെ വീഡിയോ റെഡിയാക്കി ചെയ്തു കൊടുക്കും. അവൻ പെട്ടെന്ന് മരിച്ചു പോകും. അവനെ ഇതിന്റെ പാസ്വേഡ് അറിയുള്ളൂ. ഇത് ഡിലീറ്റ് ആക്കാൻ ഇവൻ അറിയില്ല. ഇത് ഇവന്റെ മൊബൈലിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അവൻ മരിച്ചും പോയി മൊത്തോ ഇടിയായിരിക്കും. ആ ഖബറിനകത്ത് അവന്റെ ശിക്ഷയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു തെറ്റിന് വേണ്ടി ഒരാളെ സഹായിക്കാൻ നിൽക്കരുത്. കാരണം നമ്മളെപ്പോഴാണ് മരിച്ചു പോകുന്ന നമുക്കറിയില്ല. നൗദുബില്ല, പടച്ചോൻ കാക്കട്ടെ. നമ്മളൊരു തെറ്റ് ചെയ്ത് റബ്ബിനടുക്ക് പൊരുത്തം വാങ്ങിക്കാം. പക്ഷെ മറ്റൊരാൾക്ക് നിങ്ങൾ തെറ്റ് ചെയ്ത് കൊടുത്താൽ അവൻ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യും, അവൻ പിന്നെയും ഫോർവേഡ് ചെയ്യും. ഇതിന്റെ മൊത്തവും ഹോൾസെയിൽ ഇവിടെ വന്നാ വീഴുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹ് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കണം. നമ്മളൊന്നും നല്ലവരല്ല. എപ്പോഴും സലാത്ത് അധികരിപ്പിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് സദഖ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് റബ്ബിനോട് പറയും, അള്ളാഹ് മാപ്പാക്കി തരും, നമുക്ക് നല്ല ഒരു മരണം തരും. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നല്ല ഒരു മരണം. ആരുമില്ല കബറിനകത്ത്, ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കിടക്കണം, ആരും സഹായിക്കാനില്ല. അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോടും 90% എന്നോടും 10% നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആ പാവത്തിൻ്റെയും തെറ്റിൻ്റെയും പേരിൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഫുലിഹത്താകാതെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. പുതുതായി ആരംഭിച്ച കളിപ്പാൻകുളം A to Z സൊല്യൂഷൻ എന്ന സ്ഥാപനം